ഹായ് മച്ചാമരെ, സുഖമല്ലേ? അപ്പോൾ നമ്മളെ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ഉപയോഗിച്ച് നോക്കി വളരെയധികം നല്ല റെസ്പോൺസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് എഡിറ്റ് ഒക്കെ ചെയ്തു കേട്ടോ. എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് അവരെന്റെ ചോദിച്ചു, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ, ഇതിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാം. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചാനൽ ചെയ്തിടുക. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കണ്ടേ? അപ്പോൾ ആ ഫോട്ടോ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ആഫ്റ്ററും ബിഫോറും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനൊരു സുഖം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ഫോട്ടോനെ ഇത് ഇങ്ങനെ ഒരു ഫോട്ടോ ആയിട്ട് മാറ്റുന്നത് എങ്ങനെയാ എന്നാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ലെറ്റ്സ് ഇൻട്രോ. ഞാനിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ ഒന്നും കൂടെ പറയാം. PSCC ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ അഡോബിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പം ഞാൻ അതിനായിട്ട് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് എൻ്റെ ഓൺ സ്റ്റൈലിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് മാനിപ്പുലേഷൻ ചെയ്യുന്നത് ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള സൈസ് ഇവിടെ കൊടുക്കുക, 2000 2500. ഓക്കെ, ഞാൻ എന്താ ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് ക്യാൻവാസ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒന്ന് സേവ് ചെയ്യാണ്. കാരണം ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ക്രാഷ് വന്ന് ഇതൊന്ന് ബാക്കിറങ്ങി പോയാൽ നമുക്ക് ആ ഒരു ഫയൽ വീണ്ടും റിക്കവർ ചെയ്ത് എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ആ പ്രോജക്റ്റ് ഫയൽ ഓൾറെഡി സേവ് ചെയ്തത്. ഇതൊന്നും കൂടെ അങ്ങ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നമ്മളെ സബ്ജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സബ്ജക്റ്റിനെ കട്ട് ഔട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഫോട്ടോ ലൈബ്രറി പോകുന്നു. ഓക്കെ, നമ്മൾ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയ്ക്ക് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ക്വിക്ക് സെലക്ഷൻ ടൂൾ ആയിരിക്കത്തില്ല, ഞാൻ എറൈസർ ഇട്ടായിരിക്കും ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം അതത്ര വലിയ ക്വാളിറ്റി ഉള്ള ഒരു ഇമേജ് അല്ല ഇത്. ഷാർപ്പത്തി കുറവാണ്. കാരണം സൂം ലെൻസ് ഇട്ടിട്ട് എടുത്തൊരു പിക്ചറാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്ചറിന് വലിയ ഷാർപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെ പോയാലും ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക എറൈസർ ടൂളിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന കാര്യം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ബാക്കി നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് അത് കാണാം, കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ബ്രഷിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് സൈസ് ബ്രഷിൻ്റെ ഏകദേശം ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ എറൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് മൊത്തത്തിൽ ഒന്ന് എറൈസ് ചെയ്തെടുത്തിട്ട് കാണാം. നമ്മളെ സബ്ജക്റ്റ് കറക്റ്റ് കട്ടായിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ക്യാൻവാസിൽ വന്നിരിപ്പുണ്ട്. അതും ആ ഒരു പിക്ചറിനുള്ള ക്വാളിറ്റി എത്ര ഉണ്ടോ അത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇവിടെ നമ്മളെ ആൻഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്ഫോം എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റിനെ കുറച്ചും കൂടി ഒന്ന് വലുതാക്കാൻ ഞാൻ നോക്കുവാണ്. ഓക്കെ, സൂം ചെയ്ത് വെച്ചിട്ട് പതിയെ ചെയ്യാം കേട്ടോ. ഞാനൊരു റൂൾ ഓഫ് തേർഡ് നോക്കിയാണ് ഇപ്പോൾ ഈ ഒരു പിക്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പൊസിഷൻ. എന്നിട്ട് ടിക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അപ്പം അതിനായിട്ട് ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ലെയർ കൊടുക്കുക, ഫോട്ടോ ലൈബ്രറി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ നമ്മുടെ പിക്ചറിൻ്റെ ബാക്കിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇവിടെ ടിക്ക് കൊടുക്കുക, എന്നിട്ട് വലിച്ച് താഴേക്കിടുക. ഓക്കെ, ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ടോണെന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക ഒരു ഓറഞ്ച് ആൻഡ് ഒരു ബ്ലൂയിഷ് അല്ലെങ്കിൽ സിയാൻ കളറിലെ ഒരു ഡുവൽ ടോണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ. അപ്പോൾ ഞാൻ അതിന് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ അറിയാം, രണ്ട് ടൈപ്പ് ഇതിൽ എടുത്തിരിക്കുന്ന ഒരു പിക്ചറാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മളെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പകൽ നല്ല വെളിച്ചത്തുള്ള വെയിലൊക്കെ ഉള്ള ടൈം എടുത്തിരിക്കുന്ന ഒരു പിക്ചറും, അതുപോലെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ടൈം പിക്ചറുമാണ്. അപ്പോൾ ഒരു തരത്തിലും ഈ ഒരു പിക്ചേഴ്സ് തമ്മിൽ ഒരു മാച്ചും വരത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലെയർ കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ആൻഡ് ബട്ടൺ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ട്രാൻസ്ഫോം ചെയ്യുക നമ്മളെ ബാക്ക്ഗ്രൗണ്ടിനെ. ഓക്കെ മച്ചാമാരെ, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലെയർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ടൊരു ബ്ലാങ്ക് ലെയർ കിടപ്പുണ്ട്, ബ്ലാങ്ക് ലെയർ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം.
ഓക്കെ, ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്തെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. എത്ര ലെയർ വരെ ഇവിടെ ഇടാൻ പറ്റുമെന്നോ ലിമിറ്റ്. നമ്മൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് മെർജ് ചെയ്തിട്ടേ ലെയർ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിലുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മളെ ഫോൺ അത്രയും പവർ ഇല്ല, അത്രയും റാം ഇല്ല എന്നുണ്ടെങ്കിൽ ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ലെയറുകൾ ഇടരുത്. ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന്, സബ്ജക്റ്റ് ഒന്ന്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലെയർ എനിക്കൊന്ന് കുറച്ച് ബ്ലർ ചെയ്യണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളരെ എന്താ പറയുക നല്ലപോലെ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഒരു പുതിയൊരു ടൂൾ, എനിക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൂൾ ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുവാണ്. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തു. എന്നിട്ട് നമ്മുടെ ഈ ടോപ്പിൽ കിടക്കുന്ന ലെയർ ഞാനൊന്ന് ബ്ലർ ചെയ്യാൻ പോകണം. അതിന് എഫക്ട്സിൽ പോകുന്നു, ബ്ലർ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ബ്ലർ ചെയ്യാൻ പോവാണ്. എത്രയാണ് നമുക്ക് വേണ്ട ബ്ലർ അത് നമുക്ക് കൊടുക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ഒരു ഇമേജ് ഇല്ലേ, നമ്മളെ സബ്ജക്റ്റ് ലെയർ, അതിൻ്റെ ഒരു വരയാണ്. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്ലർ എത്ര വേണമെന്ന് വെച്ചാൽ കൊടുക്കുക. മൊത്തത്തിൽ ബ്ലർ ആവണമെങ്കിൽ വിഷയമല്ല, നമ്മൾ കൊടുക്കുക. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഓക്കെ, എനിക്കിപ്പോൾ എത്ര മതി, ഞാൻ ടിക്ക് കൊടുക്കുന്നു. അത് ജസ്റ്റ് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. സെലക്ഷൻ ടൂൾട്ട് സെലക്ട് ചെയ്യുക, നമ്മൾ സബ്ജക്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരിക, ക്ലിയർ കൊടുക്കുക. ഓക്കെ, അത് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ 2 ലെയർ ഇപ്പോൾ ഉണ്ടല്ലോ. ഇവിടെ ഒരു ലെയർ നമ്മൾ ടോട്ടലായിട്ട് ബ്ലർ ചെയ്ത ലെയറും അതുപോലെ താഴെ ബ്ലർ ചെയ്യാത്ത ലെയറും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ബ്ലർ ചെയ്ത ലെയർ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാ ഇവിടെ ഫെയ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഈ വീഡിയോസിൻ്റെ ഫസ്റ്റ് പാർട്ടിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഈ ഫെയ്ഡ് എന്നുള്ള ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കാണാൻ പറ്റും. ടോപ്പിലുള്ള ആ ഒരു ബ്ലർ പോയി താഴെ മാത്രമേ ബ്ലറുള്ളൂ. അപ്പം അത് എന്ത് ചെയ്യണം, അതിവിടെ ഒരുപാട് പ്രീസെറ്റ്സ് ഉണ്ട്. ഞാൻ അന്നിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരില്ല, കാണിച്ചു തന്നാൽ ഒരുപാട് നീണ്ടു പോകും വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ യൂസേജ് ഞാൻ എത്രയാണെന്ന് എപ്പോഴും ആവർത്തിക്കുന്നത്, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലൈഡർ എടുത്ത് താഴെ വെച്ചിട്ട് മറ്റേ സ്ലൈഡർ എടുത്ത് നമ്മൾ പതിയെ മേളിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ഫെയ്ഡിങ് എഫക്റ്റ്? ഇതാ ഇവിടെ ആ മണൽ വരുന്ന ആ സാൻഡ് ഭാഗത്തൊന്നും ആ ഒരു ബ്ലർനെസ് കുറവും, അതുപോലെ നേരെ നമ്മളെ സബ്ജക്റ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ടുള്ള ആ സ്കൈ ഭാഗമൊക്കെ എന്തായാലും ഒരു എന്താ പറയുക ഒരു ബ്ലറും, നല്ല ബ്ലറും വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഫെയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ നടക്കുന്ന ഭാഗമായിട്ട് അവിടുത്തെ ബ്ലറിൻ്റെ എമൗണ്ട് നമ്മൾ കുറച്ച് കുറച്ചു. ഇവിടെ ടിക്ക് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇതായിപ്പം നോക്കുക. ആ ഒരു ട്രാൻസിഷൻ നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതായിപ്പോൾ 2 ലെയറില്ലേ, അപ്പോൾ അത് രണ്ടും ഒന്നങ്ങ് മെർജ് ചെയ്യുവാണ്. നമ്മുടെ ഇതെവിടെ മെർജ് ബട്ടൺ ഉണ്ട്, അത് കഴിഞ്ഞ് മെർജ് ഡൗൺ കൊടുക്കുക. ഞാൻ സ്പീഡപ്പായിട്ട് പോകുന്നില്ല, നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡപ്പായിട്ട് പോകുന്നത്. ഇനി ചെയ്യേണ്ടത് നമ്മളെ സബ്ജക്റ്റിൻ്റെ ഫേസ് ഒന്ന് വെളുപ്പിക്കുക. ഇപ്പോൾ എല്ലാവരും എൻ്റെ ഒരു ചോദിച്ചായിരുന്നു, നമ്മളെ ഫേസ് ഒക്കെ വെളുപ്പിക്കുമ്പോൾ നമ്മൾ ടോട്ടലായിട്ടല്ലേ വെളുക്കുന്നത്, എങ്ങനെയാണ് ഈ ഫേസിൻ്റെ കറക്റ്റ് ഇതായിട്ട് വെളുപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനായിട്ട് വളരെ ഈസിയാണ്. നിങ്ങളിവിടെ സെലക്ഷൻ ടൂളിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലാസോ ടൂളുണ്ട്, ലാസോ ടൂൾ സെലക്ട് ചെയ്യുക. പടം സൂം ചെയ്ത് വയ്ക്കുക. ഏത് പാർട്ടാണ് നമുക്ക് വെളുപ്പിക്കേണ്ടത് അവിടെ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഡ്രോ ചെയ്യുക. കൈ കൊണ്ട് ഇങ്ങനെ ഡ്രോ ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ മോഡ് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു സെലക്ഷൻ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഭാഗങ്ങളും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സാവധാനം നിങ്ങൾ സമയമെടുത്ത് ചെയ്യുക. ഞാൻ ഈ കാണിക്കുമ്പോൾ സ്പീഡപ്പ് കാണിക്കരുത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളെ ടൂളിൽ വരിക. ഇവിടെ ഫെദർ എന്നുള്ള വീണ്ടും കൊടുക്കുക. ഫെദർ മെയിനായിട്ട് കൊടുക്കുക. ഫെദർ കൊടുത്തില്ലെങ്കിൽ അത് വൃത്തികേടായി പോവും. അപ്പം ഞാനിവിടെ ഫെദർ കുറച്ച് കൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. ഫെദർ കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു സിറ്റുവേഷൻസിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഏത് ലെയറാണോ അത് സെലക്ട് ചെയ്തിട്ടുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വരിക. കർവ് എടുക്കുക. ഞാനിവിടെ കർവ് ഇട്ടാണ് വെളുപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ വെളുപ്പിപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ മച്ചാനെ, ഞാനിപ്പോൾ ഇവിടെ ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ ഫേസൊക്കെ അത്യാവശ്യം വെളുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കളറൊന്ന് മാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നമ്മളെ അപ്പോൾ നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വന്നാൽ റീസെറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഞാനിവിടെ റെഡ് ചാനലിൽ പോവുക. റെഡ് നമ്മൾ RGB കർവിൽ റെഡ് ചാനലിൽ പോവുക. എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊരു റെഡിഷാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആ ഒരു കളർ ടോണൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്.
ഓക്കെ മച്ചാമാരെ, ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റും ഏകദേശം ഒരേ ടോൺ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ 4 കോർണറിലും നമ്മളെ വിഗ്നേറ്റ് എഫക്റ്റ് ഇല്ലേ, നമ്മളെ മൊബൈലിലൊക്കെ സാധാ ലൈറ്റ് റൂമിലൊക്കെ ചെയ്യുന്ന ഒരു വിഗ്നേറ്റ് എഫക്റ്റ് അത് ഇടാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഇവിടെ ആൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. അതിനിവിടെ ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ അതെല്ലാം പറഞ്ഞു തന്ന വീഡിയോ ഒന്നും തികയാതെ വരും, അപ്പോൾ അതുകൊണ്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നോക്കുക, ഇപ്പം ഞാനിപ്പോൾ ഒരു ഇവിടെ വിഗ്നേറ്റിൻ്റെ നമ്മൾ ഐക്കൺ ഇവിടെ കാണാൻ പറ്റും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാ കറക്റ്റ് ഒരു വിഡ്ജറ്റിൻ്റെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഫ്ലോയും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ കൈ കൊണ്ട് പിൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലോ കുറയും. നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫോക്കസ് പോയിൻ്റ്. ഇത് നമ്മളെ ഫേസിനാണ് മാക്സിമം വെക്കേണ്ടത്. ഫേസിന് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ സെറ്റായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇവിടെ ടിക്ക് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും മെയിനായിട്ടൊരു കാര്യമാണ്, നമ്മൾ ഈ കട്ടൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഇവിടെ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഈ കളർ മാച്ചിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ചെയ്യേണ്ട മെയിനായിട്ട് നമ്മളത് ഇവിടെ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ടാബിലോട്ട് പോവുക. ഈ റെഡ്യൂസ് നോയ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, മൊത്തം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു കട്ടിങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി കിട്ടും. ഓക്കെ, ഇവിടെ ടിക്ക് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം അതൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ പിക്ചറിലൊരു ഇത് കൊടുക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫെയ്ഡ് എഫക്റ്റ് ഉണ്ടല്ലോ, ഫെയ്ഡിങ് നമ്മൾ ചെയ്യില്ലേ, ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ലെവൽസ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ലെവൽസിൽ ഇതാ ഇവിടെ നമ്മളെ സാധാ ലെവൽസ് തന്നെയാണ്. ഇത് ഈ ഒരു സ്ലൈഡർ ഞാൻ കൂട്ടും തോറും നമുക്ക് കോൺട്രാസ്റ്റ് കയറും പിക്ചറിൽ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യണം, ഫെയ്ഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കോൺട്രാസ്റ്റ് കുറച്ചും കൂടെ കുറയ്ക്കാം. ടിക്ക് കൊടുക്കുക, വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരിക, കർവ് എടുക്കുക, റീസെറ്റ് ചെയ്യുക, ഫുൾ കർവാക്കുക, നമ്മൾ RGB കർവാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാഡോ കൂട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഷാഡോ അല്ല ബ്ലാക്ക് കൂട്ടി കൊടുക്കുക. അത് കഴിഞ്ഞ് ഷാഡോ താഴേക്ക് എടുക്കുക. ഒരു മൂടി എഫക്റ്റ് വരാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഹൈലൈറ്റ്സ് കുറച്ച് ഉയർത്തി കൊടുക്കുക, കാരണം നമ്മളെ ഫേസ് കറക്റ്റ് ഇതാവണ്ടേ. മിഡ് ടോൺസ് ആണ് ഇത്. മിഡ് ടോൺസ് നിങ്ങൾ മാക്സിമം ആ സെൻറ്ററിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ പിക്ചറിൻ്റെ ഒരു ഇത് മാറിപ്പോവും. ഓക്കെ വെച്ചാൽ ഇപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടിക്ക് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യം കൊടുക്കാൻ പോകുന്നത് ഡുവൽ ടോൺ. ഞാൻ ഈ ഒരു പിക്ചറിന് ഡുവൽ ടോൺ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടിപൊളിയായിട്ട് ഇതിൽ ഡുവൽ ടോണൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ നമ്മളെ ലെയർ സെലക്ട് ചെയ്യാണ്. അതിനായിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ഇംറ്റി ലെയർ ഒരെണ്ണം എടുത്തിടുന്നു. അതുപോലെ ഒരു ഇംറ്റി ലെയറും കൂടെ എടുത്തിടുന്നു. ഓക്കെ, 2 ഇംറ്റി ലെയർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ആ ഒരു ഇംറ്റി ലെയർ എടുത്തിട്ട് നമ്മൾ ഈ ആൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗ്രേഡിയൻറ്റ് കൊടുക്കുക. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഗ്രേഡിയൻറ്റ് ഇതാണ്, ഈ ഒരു ഗ്രേഡിയൻ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഏത് ഭാഗത്തു നിന്ന് ഏത് കളർ വേണമെന്ന് നമ്മൾ ആദ്യം ചൂസ് ചെയ്യുക. നമ്മൾ ഏതൊക്കെയാണ് ആ ഒരു കോമ്പിനേഷൻ കളേഴ്സ് എന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ, എന്നിട്ടേ അത് ചെയ്യാവൂ. ഇപ്പോൾ ഞാനൊരു ഓറഞ്ച് ടോണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സെലക്ട് നമ്മൾ ആ ഒരു ആംഗിൾ പിടിച്ച് വെച്ചതിന് ശേഷം നിങ്ങളതാണ് ഇവിടെ ഒരു കളറിൻ്റെ ടൂൾ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ ആ ഒരു ഇപ്പോൾ ഏത് കളർ ടു ഏത് കളറാണെന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബ്ലാക്ക് ടു നമ്മുടെ കളറും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിൽ കൊടുക്കാൻ പോകുന്നത് ഇപ്പം ഈ ഒരു മഞ്ഞയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് കളർ, ഇപ്പോൾ ഇവിടെ ഒരുപാട് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചൂസ് ചെയ്യാണ്. അതിലൊരു ഓറഞ്ച് കളറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, കുറച്ചും കൂടി ഓറഞ്ച്. ഓക്കെ, ഇത് മതി. അതിൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡിങ് മോഡ് മാറ്റി ഓവർലേ അടിച്ചു കൊടുക്കുക. ഓവർലേ ചിലപ്പം ഹാഷായിട്ട് ഫീൽ ചെയ്യുമ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ക്രീൻ വേണമെങ്കിൽ സ്ക്രീൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയ ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഓവർലേ ആണ് കറക്റ്റ്. ഓവർലേയിൽ കുറച്ചും കൂടി ഒപ്പാസിറ്റി കുറച്ച് കൊടുത്താൽ മതി. ഓവർലേയിൽ ഒപ്പാസിറ്റി കുറച്ച് കൊടുത്താൽ സെറ്റാവും. ഓക്കെ, അത് ഓക്കെയാണ്. അടുത്ത രണ്ടാമത്തെ ലെയർ നമ്മൾ സെലക്ട് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് വീണ്ടും ആൻറ്റി പോവുക, ഗ്രേഡിയൻ്റ് എടുക്കുക. അടുത്ത ടോൺ ഏതാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ആങ്കർ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു സാധനം ഇതിനെ തിരിച്ച് വെച്ച് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ അടിക്കുക. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടോണാണ് ഈ ഒരു ഓറഞ്ച് ആൻഡ് ഒരു സ്യാൻ കളർ. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സക്സസ് ആണെന്ന് അറിയത്തില്ല. ഓക്കെ, നേരത്തെ പോലെ കളർ ക്ലിക്ക് ചെയ്യുക. ഇത്തവണ നമ്മളേതാണ്ട് ഈ ബ്ലാക്ക് എന്നുള്ളത് ട്രാൻസ്പാരൻ്റ് ആക്കി കൊടുക്കുക. ഒപ്പാസിറ്റി ഫുള്ളും കുറയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കളർ സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ സ്യാൻ കളർ സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ബ്ലെൻഡിങ് മോഡ് കയറിപ്പോയിട്ട് ഓവർലേ കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇവിടെ ആൻഡേക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോം കൊടുക്കുക. എത്രയാണോ വേണ്ടത്, ഏതാണോ വേണ്ടതെന്നൊക്കെ ഒന്ന് കറക്റ്റ് പിടിച്ച് വെച്ച് കൊടുക്കുക. ഇവിടെ ഈ എക്സ്ട്രാക്ട്സ് എന്ന് വെച്ച ഒരു സംഭവം ഉണ്ട്. ഇതിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു അലൈൻമെൻറ്റ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഓവറായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ജസ്റ്റ് കറക്റ്റ് പിടിച്ച് വെച്ച് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുക്കുക. സെറ്റായിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് ഒറ്റ ലെയറാക്കാൻ പോവാണ്. മെർജ് വിസിബിൾ കൊടുക്കുകയാണ്. അപ്പോൾ മെർജ് ചെയ്ത് ഒറ്റ ലെയറാക്കി. മച്ചന്മാരെ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ മാനിപ്പുലേഷൻ ഒക്കെ ചെയ്യുന്നത്. ഇത് ഞാൻ ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സബ്ജക്റ്റ് വെച്ചാൽ ചെയ്തത്. അപ്പോൾ ഇതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് ടെക്സ്റ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് പൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക. ലൈക്കാണ് നമുക്ക് ഏറ്റവും പ്രചോദനം ഒന്നുള്ളത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം മച്ചന്മാരെ. ബൈ. ഇറ്റ്സ് ബി അൻഷു, അതുപോലെ തന്നെ eyesOpen ഫോട്ടോഗ്രാഫി. ഓക്കെ.